ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളന്ന് എറണാകുളം പോയതിൻ്റെ ബാക്കി വീഡിയോ ആണ്. അന്ന് 1-2 ടോക്സിൻ്റെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓഫീസാണ്. അവിടെയൊക്കെ സിജുക്കുട്ടൻ നന്നായിട്ട് സഹകരിച്ച് നിന്നു. അപ്പോൾ സിജുക്കുട്ടൻ്റെ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിനെ പറ്റിയൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മളവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അവന് വെറുതെ വീട്ടിലിരുത്താൻ പറ്റില്ല. വീട്ടിൽ അച്ഛനോ അമ്മയോ ബാക്കി ആരെങ്കിലുമൊക്കെ ചേർന്ന് സഹകരിച്ചുകൊണ്ട് ഇവനൊക്കെ എന്തെങ്കിലും ആകുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ചെറിയ രീതിയിൽ വിറ്റ് ഇവർക്ക് ചെറിയ വരുമാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. അതിലൂടെ ഇവൻ്റെ സ്വഭാവ രീതികളും എല്ലതും മാറ്റിയെടുക്കാൻ കഴിയും. കുട്ടികളുടെ നല്ല പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സിജുക്കുട്ടനും അങ്ങനെ തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവനിക്ക് അതിലൂടെ ഒരുവിധം തെറ്റില്ലാത്ത വരുമാനം അവൻ്റെ സമ്പാദ്യ പ്രായമാകുമ്പോഴേക്കും അവനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ അമ്മമാരെല്ലാവരും ഒന്നും പറ്റില്ല പറഞ്ഞ് വെറുതെ ഇരുത്താൻ പറ്റില്ല. അവനെ കൊണ്ടാകുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ ഉണ്ണിയപ്പോ അല്ലെങ്കിൽ ഇഡ്ഡലി മാവോ അല്ലെങ്കിൽ ചപ്പാത്തിയോ പത്തിരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രാദേശികമായി ഉണ്ടാക്കി വിൽക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലും ഉണ്ടാക്കി കൊടുക്കണം. അത് കുറച്ച് വില കൂടിയാൽ തന്നെ ഇത് വാങ്ങാൻ തന്നെ നിറയെ ആൾക്കാരുണ്ടാവും. കുട്ടികളിലും അതുകൊണ്ട് നല്ല മാറ്റങ്ങൾ ക്രമേണ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് കഴിയും. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ശേഷം സിജുക്കുട്ടനും ഞങ്ങളെല്ലാവരും കൂടി ലുലുവിൽ പോയി. ലുലു പോയപ്പോൾ സിജുക്കുട്ടനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. അവൻ തന്നെയാണ് ട്രോളിയൊക്കെ തള്ളി അങ്ങനെ കൊണ്ടുപോയി. എൻ്റെ തോളിൽ പിടിച്ചിട്ടാണ് അവൻ എപ്പോഴും നടക്കാറുള്ളത്. അതെന്താ പറഞ്ഞാൽ ചെറുപ്പം മുതലേ അവൻ കൈവിട്ട് പോയതുകൊണ്ട് കയ്യിൽ പിടിച്ച് കൂട്ടി നടക്കും. അങ്ങനത്തെ ഒരു സർവീസാണ്. നോലുമ്പായിട്ട് അവിടെ നിറയെ ഈന്തപ്പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് കുറച്ച് ഈന്തപ്പഴമൊക്കെ എടുത്തു. അത് കഴിഞ്ഞ ശേഷം സിജുക്കുട്ടനേക്ക് ലുലുവിൽ പോയി എന്തെങ്കിലും ചിക്കൻ വേണം. അവൻ ചിക്കൻ കണ്ടത് അവിടെ നിന്നു. പപ്പാനെയൊക്കെ പിടിച്ച് അങ്ങനെ നിന്നു അവന്. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങി എന്നെ വിട്ടതും പപ്പാൻ്റെ തോളിൽ പിടിച്ച് നടക്കലായി. അങ്ങനെ സിജുക്കുട്ടൻ്റെ പപ്പ സിജുക്കുട്ടനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഏറ്റവും മോളിക്ക് കൊണ്ടുപോയി. മോളിക്കൊണ്ടുപോയപ്പോൾ സിജുക്കുട്ടനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പപ്പാനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. താഴെ വീഴുമോ എന്നുള്ള പേടിയാണ് അവനിക്കുള്ളത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ താഴെ ലിഫ്റ്റിൽ ഇറങ്ങുമ്പോൾ ലിഫ്റ്റിൽ നിന്ന് അവന് ചുറ്റും ഗ്ലാസ്സാണല്ലോ. താഴെ വീഴുമോ പറഞ്ഞ് പപ്പാനെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പേടിയുണ്ടായിരുന്നു അവനിക്ക്. പിന്നെ താഴെ ഇറങ്ങിയപ്പോൾ അവനിക്ക് ഒരുവിധം സമാധാനമായി. അങ്ങനെ താഴെ കാർ പാർക്കിൽ വെച്ചിട്ട് അൽസാജ് കിച്ചൻ ഷിയാസ് ഖാനെ യാദൃച്ഛികമായി കണ്ടുമുട്ടി. ഞാൻ പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അവരുടെ ഷോപ്പിൽ പോയി കാണണമെന്ന് വിചാരിച്ചാണ്. നമ്മൾ വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നതാണ് സ്ഥിരമായിട്ട്. പിന്നെ പെട്ടെന്ന് യാദൃച്ഛികമായി കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമായി. അവരുടെ ഭാര്യ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. ഞങ്ങൾ അത് കഴിഞ്ഞ് അങ്ങനെ തിരിച്ചു വരുമ്പോൾ പാരഗൺ ഹോട്ടലിൽ കയറി. അവിടെ പോയി ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. സിജുക്കുട്ടൻ വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കില്ല എല്ലാ ഹോട്ടലിലും മുമ്പൊന്നും പോയാൽ. പിന്നെ ഞങ്ങൾ കൊണ്ടുപോയിട്ടാണ് അവൻ വെയിറ്റ് ചെയ്തിരിക്കാനൊക്കെ തുടങ്ങിയത്. സിജുവിന് നല്ല ഇഷ്ടമായി ഭക്ഷണങ്ങളൊക്കെ. ഇങ്ങനെയുള്ള ചില കുട്ടികളെ ഹോട്ടലിൽ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പല രക്ഷിതാക്കളും നമ്മളോട് പറയാറുണ്ട്. അത് പറഞ്ഞ് ഇവർ അവിടെ കിടന്ന് നിലവിളിക്കും, വാശി പിടിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ പലവരും നോക്കും. അതൊക്കെ വലിയ നാണക്കേടുണ്ടാകും. അപ്പോൾ വലിയ പ്രശ്നമാണ് ഇങ്ങനെ കൊണ്ടുപോകാനും. പക്ഷേ ഇവരിനെയൊക്കെ കൊണ്ടുപോയിട്ട് തന്നെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ഇതൊന്നും നമ്മൾ കണക്കാക്കാൻ പറ്റില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതൊന്നും. ഇങ്ങനെയുള്ള കുട്ടികളിനെയൊക്കെ പുറത്ത് ഇറക്കിയിട്ട് തന്നെയാണ് മാറ്റം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനും സിജുക്കുട്ടനും കൂടി ഹോട്ടലിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സ്ഥിരമായി വീഡിയോ കാണുന്ന മണ്ണാർക്കാട് സ്വദേശി UK നിന്ന് 10 ദിവസത്തെ കാര്യത്തിന് വേണ്ടി ലീവിൽ വരികയാണ്. പെട്ടെന്ന് എന്തോ ഒരു അത്യാവശ്യത്തിന് വേണ്ടി. സിജുക്കുട്ടനെ ഞാൻ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. കുറേ നേരം സംസാരിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. എയർപോർട്ടിൽ നിന്ന് വരികയാണ് അവർ. രാത്രിയായിരുന്നു. പിന്നെ സിജുക്കുട്ടനെ കണ്ടപ്പോൾ ഉടൻ തന്നെ കാറിൽ പോയി കുറച്ച് മുട്ടായൊക്കെ കൊണ്ടുവന്ന് സിജുക്കുട്ടനേക്ക് എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിന് ശേഷമാണ് പിരിഞ്ഞത്. എറണാകുളം യാത്രയിലും അതേമാതിരി ലുലുവിൽ വെച്ചിട്ടും അതേമാതിരി ഹോട്ടലിലും പലവിടെ വെച്ചിട്ട് നമ്മുടെ നിറയെ പ്രേക്ഷകരിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റി, നിറയെ സംസാരിക്കാൻ പറ്റി. വലിയ സന്തോഷങ്ങളായി. എല്ലാവരെയും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ സിജുക്കുട്ടനിക്ക് ഇങ്ങനെ ഷെയ്ക്കൻഡ് കൊടുത്താൽ ഉടൻ ഷെയ്ക്കൻഡ് കൊടുത്താൽ മണം നോക്കും. അതവനിക്ക് മണത്തിനെയൊക്കെ നോക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇസാക്ക് ഇതാ മുട്ടായി കൊടുത്ത് അവനിക്ക് പകുതി കിട്ടണം. മുഴുവൻ കൊടുക്കണം അവനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് അവൾ ഇനി പകുതി കൊടുക്കും. അത് ചോദിക്കണം, അവന് കൊടുക്കാൻ വേണ്ടി ചോദിക്കണം. അവനെപ്പോഴും മുഴുവൻ ഒരിക്കലും കൊടുക്കില്ല. പകുതി തിരിച്ചു കൊടുത്താൽ സന്തോഷമാവും. ഇതാണല്ലോ, പകുതി കൊടുത്തപ്പോൾ നല്ല സന്തോഷമായി. ആൾക്ക് തലയെ കാട്ടി.
ഷിജുക്കുട്ടനയ്ക്ക് 4 ദിവസത്തെ യാത്രയൊക്കെ നല്ല സന്തോഷമായിരുന്നു. ആ പേടി ഒഴികെ ബാക്കിയെല്ലാം നന്നായി അവൻ ആസ്വദിച്ചു. നല്ല സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി കാറ് കയറാൻ നിൽക്കുമ്പോഴേക്കും ഇതാ കോട്ടയം സ്വദേശിയായ ഒരു വ്യക്തി ഷിജുക്കുട്ടൻ്റെ സ്ഥിരമായി വീഡിയോ കാണുന്നതാണ് കണ്ട് വളരെയധികം കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എറണാകുളത്തുള്ള ഞങ്ങളുടെ 4 ദിവസത്തെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞു. വളരെ സന്തോഷമായി. അന്ന് തന്നെ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.